ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, സമയം ഏതാണ്ട് എത്ര മണിയായി? 8 മണി ആവാറായിരിക്കുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ വന്നത്, നമുക്ക് പിസ്സ ഈറ്റിംഗ് ചലഞ്ച് ചെയ്താലോ എന്ന്. ഞാനും അച്ഛനും കൂടി ഇരുന്നൊന്ന് മറ്റേ ഫുഡ് ഈറ്റിംഗ് ചലഞ്ചൊക്കെ ചെയ്തിട്ട് കുറച്ചായി. അറിയാലോ, ഞങ്ങൾ രണ്ടുപേരും നല്ല തീറ്റിമാടന്മാരാണ്. അല്ല, ഞാൻ കുറച്ച്, അച്ഛൻ എന്നെ കാട്ടിയുണ്ട് ഇച്ചിരി കൂടുതൽ. അച്ഛൻ എന്തിനാ ഒരു വായിലല്ലേ പൊപ്സൊക്കെ ഇറങ്ങി പോന്നാ? ഒരു കോഴിയൊക്കെ ഒരുമിച്ചിറങ്ങി. അതാ, ഒരു കോഴി വരെ അങ്ങ് ഇറങ്ങിപ്പോ ഒരു വായില്. അമ്മാരി ആളാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഗൈസ്, നമ്മൾ ഇതുവരെ പിസ്സ ഈറ്റിംഗ് ചലഞ്ച് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്നൊരു പിസ്സ ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാണ്. അത് മാത്രമല്ല, എന്നെ തോപ്പിച്ചു കഴിഞ്ഞാൽ 5000 രൂപ ഞാൻ അച്ഛൻ തരുകയും ചെയ്യും. ക്യാഷ് പ്രൈസ് ഉണ്ട്, വിത്ത് ക്യാഷ് പ്രൈസ്. ആ, ഉറപ്പ്. ഞാൻ എന്താ വെച്ചാൽ, ഞാൻ പൈസ പറഞ്ഞാൽ ഞാൻ തരത്തില്ല. ഞാൻ അങ്ങനെ പറ്റിക്കോ? അതെ ഗൈസ്. അപ്പൊ എന്നെ തോപ്പിക്കുകയാണെങ്കിൽ 5000 രൂപ ഞാൻ കൊടുക്കും. ഞാൻ ജയിച്ചാ എനിക്ക് എന്തിനു കിട്ടും? നിന്റെ പിസ നിന്റെ വയറ് നിറയും. എനിക്കില്ലേ ക്യാഷ് പ്രൈസ്? എനിക്കില്ല. നമ്മൾ ഷോപ്പിൽ എത്തി കേട്ടോ. അച്ഛാ, ഏത് സൈസ് പിസ്സ വേണം? ബീഫ് വേണോ, പെരി പെരി വേണോ, അരിപ്പൊരി വേണോ? അരിപ്പൊടി ഇട്ടത് വേണേ. അരിപ്പൊടി ഇട്ട പിസ്സയൊക്കെ ഉണ്ട്. 2 പെപ്പറോണി ചിക്കൻ പിസ്സ മേടിക്കാം. അമ്മയ്ക്കൊരു ബർഗർ കൂടെ മേടിക്കാം കേട്ടോ. അല്ലെങ്കിൽ അതിന് കൊതി വിട്ട് നമുക്ക് തിന്നാൻ പറ്റത്തില്ല. മേടിച്ചു കൊടുക്കാം. അപ്പോ പിസയൊക്കെ മേടിച്ചിട്ട് വീടെത്തി. ഇത് തണുത്ത് പോകുന്നതിന് മുമ്പ് തിന്നണം ഇല്ലേ? തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ രസം കാണത്തില്ലേ? ഇപ്പഴാകുമ്പോ ചൂടുണ്ടാകുമ്പോ കുഴപ്പമില്ല, അങ്ങ് ഇറങ്ങി അങ്ങ് പോകും. വയറും ചൂടായിട്ടിരിക്കുക, നല്ല വിശപ്പെട്ട് കഴിക്കാനായിട്ട്. അപ്പൊ ഇതാണ് കളർഫുൾ ഒക്കെയാണ്. അതെ, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. സാധനം നോക്കി നല്ല രസമുണ്ട്. ഇതിന്റെ മണ്ട എന്തിനാ ചരിഞ്ഞിട്ടേക്കുന്ന? ക്യാരറ്റാ? ചിക്കനാന്ന് തോന്നുന്നു. ചിക്കൻ ഇങ്ങനെ ആക്കി വെച്ചേക്കാന്ന് തോന്നുന്നു. ഈ ഇരിക്കുന്ന ചിക്കൻ സൈഡിൽ ഇരിക്കുന്നത് അല്ല, ഇത് ചിക്കനാന്ന് തോന്നുന്നു. അത് ചിക്കൻ ഇങ്ങനെ ആക്കി വെച്ചേക്കാന്ന് തോന്നുന്നു. അതെന്തേലോട്ടെ. അമ്മക്ക് ഇപ്പൊ ചലഞ്ച് പങ്കെടുക്കണമെന്നുണ്ടോ? എനിക്ക് ഞാൻ വേറെ മേടിച്ചിട്ടുണ്ട്. ആര് മേടിച്ചു? അമ്മ കൊതി വിട്ട് നാറ്റു. അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു ബർഗർ കൂടെ മേടിച്ചിട്ടുണ്ട്. അല്ലെ ഇത് ഞങ്ങൾ നിന്നിട്ട് അമ്മ കൂടെ കടക്കണ്ട. 5000 റുപ്പീസ്. അതെ, 5000 രൂപ എടുത്തിട്ടുണ്ട്. 500 രൂപ ചില്ലറയായിരുന്നു കേട്ടാ. ഒരാഴ്ച വണ്ടി ഓടണ്ട പോട്ട്. അതെ, അപ്പൊ ഇതില് ജയിച്ച അച്ഛന് ഇനി പഠിക്കണ്ട. 2 ദിവസത്തേക്ക് പോണ്ട. കിട്ടുവോ? ഓ, അച്ഛൻ കൺഫേമാ. അത് ഞാനിവിടെ വിചാരിക്കണം. എനിക്ക് 2500 രൂപ. എന്തിനാ നോക്കൂത്തി നോക്കൂലി. അപ്പൊ ശരി, ശ്വാസം ഒന്ന് വലിക്കട്ടെ. തിന്ന് കഴിഞ്ഞിട്ട് ഇത് അപ്പോഴേ എടുക്കാം. ആർക്ക് ചോദിക്കൊന്നും വേണ്ട. തിന്ന് കഴിയുന്നവർക്ക് എടുക്കാം. ആണോ കൊണ്ട് ഹാപ്പി ഒന്നും അനങ്ങാത്തെന്താ? ഓക്കെ, പെപ്സി അടിച്ചിട്ടുണ്ട് 2 ഗ്ലാസ്സില്. റെഡി. മൊത്തം എത്ര പൈസ ഉണ്ട്? 1 2 3 ബിഗ് ഡീൽ അല്ല നമുക്ക്. നമ്മളിത് പെട്ടെന്ന് തിന്ന് തീരും. തീരും. പിന്നെ തുടങ്ങിയാലോ? വെയിറ്റിംഗ് ഇല്ലാട്ടോ, നല്ല വിഷമം. അമ്മ റെഡി? 1 2 3 സ്റ്റാർട്ട്. ഞാൻ പറയട്ടാ. റെഡി 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിയോ? ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നോ എന്തോ? കൊച്ചുവിന്റെ കവളൊക്കെ വീങ്ങി. $5000 രൂപ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു കോഴിയൊക്കെ ഈസിയായിട്ട് ഇറങ്ങി പോകുന്നതാണ്. അങ്ങനെ വൻ വിജയത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തിന്നോ ഇനി പിടിക്കാം. കൊച്ചുവിനെ ഇനിയും പിടിക്കാം.
ജസ്റ്റിനാ തോറ്റത്. എനിക്കാണ്ട് ഇത്ര ഇരിക്കുന്നതിന് അമ്മയ്ക്ക് സത്യം പറഞ്ഞ ഞാൻ തോറ്റതാ. കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ തോറ്റ. പിന്നെ ഹാപ്പിയാണോ അച്ഛാ? പിന്നെ ഭയങ്കര ഹാപ്പി. നാളെ ചലഞ്ച്. എനിക്ക് എന്തിന്റെ കഴപ്പായിരുന്നു. നമ്മള് കഴിച്ചെങ്കിൽ ഒരു 10-700 രൂപ ആകത്തോളാം. ഇപ്പൊ 5000 രൂപയും പോയി. 10-700 രൂപയും പോയിരുന്നു. അപ്രീഷിയേറ്റ് ദാറ്റ്. പോട്ടെന്ന് വെക്കാനേ പറ്റൂ. ഇത് എഴുതി വെച്ചോ, അടുത്ത ചലഞ്ചിൽ അച്ഛനെ ഞാൻ തോപ്പിച്ചിരിക്കും. ശരി, അടുത്ത ഈറ്റിംഗ് ചലഞ്ചില് അച്ഛനെ ഞാൻ തോപ്പിച്ചിരിക്കും. ഇത് ബർഗറൊക്കെ തിന്നില്ലേ, ഇത് ഇങ്ങനെയാണ് ചൂടാക്കി കളയണം. ക്രിക്കറ്റ് കളിക്കാം. ക്രിക്കറ്റ് കളിക്കല്ലേ? പിസയുടെ കൂടെ കെച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിസ കിട്ടി അതിനൊന്നും സമയമൊന്നും കിട്ടിയില്ല. എന്നിട്ട് അതിന്റെ മണ്ടായിരുന്ന പൊടിയൊക്കെ ഉണ്ടായിരുന്നു വെച്ചാ. അച്ഛൻ ജയിച്ചില്ല കേട്ടോ. ഈ പൊടിയൊക്കെ തിന്നണമായിരുന്നു. പിന്നെ ഇത് ഉള്ള ഇതല്ല കേട്ടോ, ഇത് തോറ്റതാ. എന്തിന് ഈ പൊടി ഇട്ട് വേണം തിന്നാൻ. പിന്നെ പൊടി ഇടുമ്പോ ക്വാണ്ടിറ്റി കൂടും. അമ്മക്ക് ബർഗർ എന്തൊരു തിന്നല്ല, പിസ തിന്നായിരുന്നല്ലേ. പിസ തിന്നാത്തവർക്കാണ് ഞാൻ ഇത് മേടിച്ചത്. തിന്നാത്തവർക്കാണ് മേടിച്ചത്. നല്ല ബർഗർ ആണെന്ന് തോന്നുന്നു കേട്ടോ. തുറന്നമ്മ. ഓ അടിപൊളി ബർഗർ ഗൈസ്. കടിച്ചോ? അല്ല തിന്നോ, നല്ല ബർഗർ കേട്ടോ. കൊള്ളാല്ലേ? കൊണ്ടുവാ, വന്നുണ്ടോ? കണ്ടാ തരൂല ഇനി. ഒരാളെ ഇപ്പൊ ഇറങ്ങിയിട്ട് ഇപ്പൊ ബോൾ വാക്കാൻ പോലും. അത് അറിയായിരുന്നല്ലോ ഇത് പാമ്പല്ലെന്ന്. അതെന്തുപറ്റി? അത് ഒറ്റ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങള് ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. ഞങ്ങള് രാത്രി ഇടയ്ക്ക് ഇതുപോലെ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും. നേരത്തേക്ക് നമ്മള് ബാഡ്മിന്റൺ കളിക്കുമായിരുന്നു, ഷട്ടിൽ കളിക്കുമായിരുന്നു നേരത്തെ. ഇപ്പൊ പിന്നെ അതില്ല. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റമ്പ് ബക്കറ്റ്. ഇത് ചെറിയ ബാറ്റ് കേട്ടോ, ഇത് കുഞ്ഞു ബാറ്റാണ്. ബോൾ നോക്കട്ടെ, ഒളിഞ്ഞെടുത്താണ്. ഒമ്മേ ബോള് മറ്റേ സ്പോഞ്ച് ബോളാണ് കേട്ടോ. മറ്റേ നമ്മുടെ ടെന്നീസ് ബോളോ മറ്റേ ബാക്കിയുള്ള ബോളാണെങ്കിൽ ഇവിടുന്ന് നിൽക്കത്തില്ല, അങ്ങ് ദൂരെ പോവും. അതുകൊണ്ട് പഞ്ഞു ബോൾ കളിക്കാൻ ഹാപ്പി ബോൾ കളിക്കാനാ ഇറങ്ങി വന്നാൽ ഭയങ്കര കുറയാണ്. എൻ്റെ കൈ വയ്യാണ്ടായപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത സംഭവമാണ് ക്രിക്കറ്റ് കളി, ഡാൻസ് കളി. ആരെയും ക്യാമറ പൊട്ടി പോയി. ഔട്ടാ? ഇത് ട്രയലായിരുന്നു. ഇത് ട്രയല്. വെളിയിൽ പോയാ? വെളിയിൽ പോയ ഔട്ടാ, അതായത് റോഡിൽ വീണ ഔട്ടാ. ഇടയ്ക്ക് വെച്ച് ദിവസം ശ്രീതുള്ളപ്പോ ഇവിടെ ദിവസം കളിക്കുമായിരുന്നു. അടി മൂക്കുറ്റി. ഓർണാണോ? രണ്ടാം മോളെ. ഞാൻ ഭയങ്കര ഞാൻ സച്ചിനാട്ടോ. ഞാൻ സച്ചിനാ. അച്ഛാരാജാ? യുവരാജ. ഔട്ടായിടോ. എനിക്ക് 4 റണ്ണുള്ളൂ. ഒരു 6 അടിച്ച് ജയിക്കും കേട്ടാ. റണ്ണില്ല, പോയില്ല. അവിടെ തട്ടണം, അവിടെ തട്ടിയാലേ ഉള്ളു. അല്ല അമ്മ കേറി. ബെസ്റ്റ് ഔട്ട്.
എടേ ബാലത് കോരി ഇടിച്ച് സ്റ്റമ്പ് കാണിക്ക് കാല് വെച്ചടിക്ക ഫുട്ബോളാ പോ ഹാപ്പി ഇവിടെ വന്ന് വരയ്ക്കുന്നത് ഹാപ്പി കുട്ടു തുറക്ക് യോ യോ അക്രമം എന്റെ ബോള് അയ്യോ ബോള് കയറുന്നത് എനിക്ക് അടിച്ച് നശിപ്പിക്കാവോ ഇത് തീർന്നു ബോളിന്റെ കാര്യം തീർന്നു പോയി ബോള് കൊണ്ടുപോയി അമ്മേ അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എങ്ങനെയുണ്ടായിരുന്നു പിസ്സ? സൂപ്പറിലായിരുന്നോ? പിസ്സ അടിപൊളിയായിരുന്നു. പിസ്സയും തിന്ന് പൈസയും കിട്ടി. റിച്ച് ആയിപ്പോ. പിന്നെ ഇനി ഒരാഴ്ച വണ്ടി ഓടിയാലും കുഴപ്പമില്ല. സെറ്റായി. അപ്പൊ എന്തായാലും അത്രേ ഉള്ള ഈ ഒരു വീഡിയോ. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇനി ഇതുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് ബൈ.